അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ യാത്ര സിയാറത്തിൻ്റെ യാത്രയല്ല, പിന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിക് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് നടക്കുകയാണ്. നമ്മുടെ ഖലീൽ തങ്ങൾ ഉപ്പാപ്പാൻ്റെ മഅദിനയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അവിടേക്കാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഏകദേശം മഅദിൻ എത്താനായിട്ടുണ്ട്. 9 മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 10 മണി അടുത്തായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും മഅദിനിലെത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഞങ്ങളെത്തിയപ്പോഴേക്കും ഏകദേശം പ്രോഗ്രാം തുടങ്ങിയിരുന്നു. മഹാനരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകുന്ന ആ സദസ്സിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. കഴിഞ്ഞ മുഹറം 1 വിളിച്ചത് സയ്യിദ് മുഹമ്മദ് ബുഖാരി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ 27 സയ്യിദ് അഹ്മദ് ബുഖാരി കുഞ്ഞിത്തങ്ങൾ. അവർക്ക് 4 പെൺകുട്ടികളായിരുന്നു. ഒരാൺകുട്ടി 18ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അതിൻ്റെ ശേഷം ആ പരമ്പര മുഴുവൻ 1920 സെപ്റ്റംബർ 28 അവർ മരിച്ചത്. അതുവരെയും മലപ്പുറത്ത് നേതൃത്വം നൽകിയിരുന്നത് ബുഖാരി സാധുക്കളായിരുന്നു. പട്ടിക്കാലത്ത് സൗദിയിൽ കാണാൻ കഴിയും. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ പാമ്പാക്കിയ വടിയെ വിഴുങ്ങുന്ന വലിയ മുഅ്ജിസത്ത് കൊണ്ടുപോകും. മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ആർക്കെങ്കിലും കണ്ണിന് കാഴ്ച കുറവോ കേൾവി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് സുഖപ്പെടുത്തില്ല. എന്നാൽ മരിച്ച ആളുകളെ ഹയാത്താക്കുന്ന കഴിവായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഇത് സാഹിത്യത്തിലായിരുന്നു. അപ്പോൾ ആ സാഹിത്യം എല്ലാ സാഹിത്യത്തെയും വെല്ലുന്ന രൂപത്തിലാണ്. അപ്പം നമുക്ക് ഏത് കാലത്തും അതാത് കാലത്ത് ആവശ്യമായ കാലോചിത പരിഷ്കാരങ്ങൾ നമുക്ക് വേണം. എനിക്ക് നിങ്ങളൊക്കെ ഏറ്റവും വലിയ സന്തോഷമാണ് മഅദിൻ വരാനുണ്ടായ കാരണം അതാണ്. പഠിപ്പ് ഒരു ഭിന്നശേഷിക്കാരുടെ പരിപാടിയിൽ ഒരു മലപ്പുറം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, മഅദിൻ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഏറ്റവും ലേറ്റസ്റ്റൊക്കെ മഅദിൽ നിന്ന് ഉണ്ടാവും. അതൊക്കെ ഡിഫറൻ്റിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഹ്രസ്വമായ സംസാരത്തിലൂടെ ബൃഹത്തായ വിഷയങ്ങൾ അവതരിപ്പിച്ച് സയ്യിദ് അവറുകളുടെ സെഷൻ കഴിഞ്ഞതോടെ വിശാലമായി പരന്നുകിടക്കുന്ന മഅദിനിൻ്റെ ക്യാമ്പസുകൾ സന്ദർശിക്കാൻ ഒരു യാത്ര. അങ്ങ് ദൂരെ തല ഉയർത്തി നിൽക്കുന്ന കുന്നുകളും പർവ്വതങ്ങളും പച്ചപ്പും കണ്ട് പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ യാത്ര. വാഹനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പരിചയപ്പെട്ട് ആദ്യമായി നേരിൽ കാണുന്ന പലരുമുണ്ട്.
ഇൻഷാ അല്ലാഹ് ഞങ്ങളിപ്പോൾ മഅദിനിലാണുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രൂപത്തിൽ തങ്ങളവറുകളുടെ ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ ബൃഹത്തായ കാര്യങ്ങളാണ് തങ്ങളവറുകൾ പറഞ്ഞത്. മഅദിൻ അക്കാദമി നാളെയുടെ സ്വപ്നങ്ങളായ ഭാവി തലമുറയെ വൈജ്ഞാനികപരമായും ഗവേഷണപരമായും വളർത്തിക്കൊണ്ടുവരികയും അവരെ മാനുഷിക ബോധമുള്ള നാളെയുടെ നല്ല പൗരന്മാരാക്കി വളർത്തുകയുമാണ് മഅദിൻ അക്കാദമിയുടെ ലക്ഷ്യം. 1997 സ്ഥാപിതമായ ഈ സ്ഥാപനം ഇതിനകം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അധ്യാപകരെയും ഡോക്ടറേറ്റും PhDയുമുള്ള ഗവേഷണ തൽപരരെയും സൃഷ്ടിച്ചെടുത്തു. 25,000 വിദ്യാർത്ഥികൾ ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ പഠനം നടത്തുന്നു. വീഡിയോ എഡിറ്റിങ്ങിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വിവരിക്കുന്ന മറ്റൊരു സെഷൻ. നിങ്ങളുടെയൊക്കെ മുമ്പത്തെ തലമുറ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഒരു വീഡിയോഗ്രാഫറെ കണ്ടെത്തി ആ സാധനം നമുക്ക് CD ആയിട്ട് പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് സൊല്യൂഷൻ നമുക്ക് കിട്ടണമെങ്കിൽ കൂട്ടത്തിൽ ഒരു ചെറിയ യൂട്യൂബറിൻ്റെ മാസ് എൻട്രിയും എത്ര ആൾക്കാർ കണ്ടില്ല. മരം ആസരം തരം മരം ഹൈറസലീലെ ഇത് ആരാ എഡിറ്റ് ചെയ്യക്കാരാ? ഇതിലാണ് എഡിറ്റ് ചെയ്ത് നമുക്കറിയാം. കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് നമുക്കുണ്ടാകുന്ന വാക്കുകൾ തന്നെ കണ്ടെടുത്താൽ ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ ബട്ട് ഇറ്റ് ഈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ക്രിസ്റ്റലിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ അല്ല, മറിച്ച് നമ്മൾ ആക്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇനി മഅദിനിൻ്റെ വിശാലമായ ലൈബ്രറിയിലേക്ക്. മഅദിൻ ഹൈടെക് ലൈബ്രറി വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വായന കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹൈടെക് ലൈബ്രറി ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഉദ്ഘാടനം ചെയ്തത്. പുസ്തകം തിരയാൻ ഷെൽഫിലോ കാറ്റലോഗിലോ നോക്കാതെ തന്നെ പുസ്തകത്തിൻ്റെ പേരോ രചയിതാവിൻ്റെ പേരോ അല്ലെങ്കിൽ ISBN നമ്പറോ നൽകിയാൽ നിമിഷങ്ങൾക്കകം പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരും. ഇതിനായി പ്രത്യേകം സ്ഥാപിച്ച മെഷീനിലുള്ള ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് എന്ന സിസ്റ്റം ഉപയോഗപ്പെടുത്താം. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഡ്യൂവി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ സ്കീം ഉപയോഗിച്ചാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെ സംവിധാനിച്ച ഈ ഹൈടെക് ലൈബ്രറി കോഹ എന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മഅദിനിൻ്റെ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാലിച്ച സുഭിക്ഷമായ സൽക്കാരത്തിലേക്ക്. ലൈഫ് ഷോർ റിഹാബിലിറ്റേഷൻ സെൻറ്റർ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ചികിത്സക്കും പുനരധിവാസത്തിനുമായുള്ള സ്ഥാപനമാണ് ലൈഫ് ഷോർ റിഹാബിലിറ്റേഷൻ സെൻറ്റർ. ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആരംഭിച്ച റിഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭിക്കും. ഓട്ടിസം, വളർച്ചക്കുറവ്, ബുദ്ധിമാന്ദ്യം, പഠനവൈകല്യം, സംസാരവൈകല്യം തുടങ്ങിയവയെ അതിജീവിക്കാനുള്ള പരിശീലനങ്ങളാണ്
ഇവിടെ നൽകുന്നത്. നിൽക്കാൻ പറ്റാത്ത ആളുകളെ അതിനകത്ത് ട്രെയിൻ പോലെ ലിഫ്റ്റ് ചെയ്തതും വിഷ്വലിൽ നടത്തി. അതാണ് ആ വിഷ്വൽ. അതാണ് പൈസ തിരിച്ചു കിട്ടിയല്ലേ ഓടിക്കാൻ അതിന് പോലുള്ള സാധനങ്ങൾ എന്താ ഒരു പൈസ നോക്കാത്തതുകൊണ്ട് അത് അതിപ്പോൾ കുട്ടികളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ ഇമ്പ്രൂവ് ചെയ്യുക. അവരുടെ ഹെയറിങ് ഡെയിലി ലൈഫിൽ അവർക്ക് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഹെയർ ചെയ്യുന്നത്, ഡ്രസ്സിങ് ആയാലും അവരുടെ ബ്രഷിങ് എല്ലാ കാര്യങ്ങളും പരിശീലിക്കുക. അതാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഹാൻഡ് ഫങ്ഷനിങ്, മോട്ടോർ ഫങ്ഷനിങ്. അതാണ് ഇവിടുത്തെ ആവശ്യം. പിന്നെ അതുപോലെ എനിക്ക് വേറെ അവിടെ മൾട്ടി സെൻസറി ഞങ്ങളുടെ കൺസെപ്റ്റാണ്. അത് ആക്ച്വലി നമ്മളത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻസറി അതിനുള്ള കുട്ടികളെ അവിടെ നിന്നാണ് നമ്മൾ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. പണി കഴിഞ്ഞിട്ടില്ല ചെയ്യാനുള്ള. मोहम्मद शाहिद आसिफ कोटा अब्दुल रशीद सकाफी मोहम्मद शाहिद जाफर सकाफी मोहम्मद मोहसिन से അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മീറ്റപ്പ് ആയിരുന്നു ഇന്നത്തേത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് യൂട്യൂബേഴ്സിനെ ഉൾപ്പെടുത്തി പിന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്. അതിന് വേദി ഒരുക്കിയ മഴദിനും അതുപോലെ ഖലീൽ തങ്ങൾ ഉപ്പാപ്പക്കും ആദ്യമായി നന്ദി പറയുകയാണ്. വളരെയധികം മനോഹരമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും വലിയ സ്വീകരണമായിരുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. ശരിക്കും അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. അതുപോലെ തങ്ങൾ കുറച്ചു നേരം സംസാരിച്ചുള്ളൂ എങ്കിലും ആ കുറഞ്ഞ സമയം കൊണ്ട് വിലപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ തന്നു. അതുപോലെ ഇവിടെ നിന്ന് പോകുമ്പോൾ വെറുതെ പിന്നെന്താ പറയാ നല്ല മനോഹരമായ ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. വെറും കൈയോടെ അല്ല. മഴദിന്റെ ഒരുപാട് സ്ഥാപനങ്ങളെ അടുത്തറിയാനും അതുപോലെ ചരിത്ര സ്മാരകങ്ങൾ 1921 ലഹളകളിലും അതുപോലെ മറ്റുമൊക്കെ മരണപ്പെട്ടു പോയ ശുഹദാക്കൾ അവരുടെയൊക്കെ മസാറുകൾ സിയാറത്ത് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ ക്ഷണിച്ച് വലിയ വലിയ ആളുകളെ പരിചയപ്പെടുത്തി തരാ എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ് അതെ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൽ അതെ. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താണ്. പറയേണ്ട കാര്യമില്ല, എന്നാലും ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.